ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ ഉപകാരപ്രദമാകാവുന്ന ഒരു കാര്യമാണ്. ജാഗ്രത അത് കൊള്ളാം, പക്ഷേ വ്യഗ്രത അത് നമ്മൾ തള്ളേണ്ട കാര്യമാണ്, ഉപേക്ഷിക്കേണ്ട കാര്യം. ജാഗ്രത കൊള്ളാം, പക്ഷെ വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കണം. എൻ്റെ ഭാര്യയെ ഇരുത്തിക്കൊണ്ട് ഒരു ഭർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യം, എൻ്റെ ഭാര്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൾക്ക് കൂടപ്പുറപ്പ് ഞാനല്ല, അവൾക്ക് ചങ്കോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞാനല്ല, വ്യഗ്രതയാണ്. വ്യഗ്രത തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അവൾക്ക് ടെൻഷൻ. ഇനി അങ്ങനെ വ്യഗ്രചിത്തയായിട്ട് കഴിയുന്ന ഒരു വ്യക്തി, അതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ്. അമേരിക്കയിലൊക്കെ അവർ പറയാറുണ്ട്, മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പനും അമ്മയുമായിട്ടുള്ളത് അവർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളല്ല. അപ്പനെന്ന് പറഞ്ഞാൽ TV, അമ്മയെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ്. ഇവർക്കാണ് യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് അവർക്ക് കൂടുതൽ അടുപ്പം ബന്ധം ഉള്ളത് TVയും അതുപോലെ തന്നെ ഫ്രിഡ്ജുമായിട്ടാണ്, അപ്പനോട് അമ്മയോട് എന്നതിനേക്കാൾ. ഇതുപോലത്തെ ചില അവസ്ഥകൾ കൂടപ്പുറപ്പായിട്ട് കാണേണ്ടവരെ കൂടപ്പുറപ്പായിട്ട് കാണാതെ മറ്റു പലതും കൂടപ്പുറപ്പാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകാം. അതിലൊന്നാണ് വ്യഗ്രത കൂടപ്പുറപ്പ് ആക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ജാഗ്രത അത് നല്ലതാണ്, വേണ്ടതാണ്. ഇത് കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലൂക്ക 12 അതുപോലെ തന്നെ മത്തായി 24, ഈ 2 അധ്യായങ്ങളിൽ ഏത് അധ്യായം എടുത്താലും 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 1, ജാഗരൂകരായിരിക്കുക. 2, ഉണർന്നിരിക്കുക. 3, ഒരുങ്ങിയിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജാഗ്രത നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. എവിടേക്കാണ് ക്യാമറ വെച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം. പലരും സൗഹൃദം നടിച്ചായിരിക്കാം വരിക, പക്ഷെ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയോ കുടുക്കിലാക്കാൻ വേണ്ടിയോ ആയിരിക്കാം വരിക. ജാഗ്രത നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 24:42 വായിച്ചാൽ, ജാഗരൂകരായിരിക്കുക, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ എന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. നിയമാവർത്തനം 4-ാം അധ്യായം 9-ാമത്തെ വചനം കൂടി എടുത്താൽ പഴയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്, ജാഗരൂകരാവുക, കൽപ്പനകൾ പാലിക്കുക, അപ്പോൾ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ജാഗ്രതയോടെ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരിലാണ് ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറുക എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. മത്തായി 24-ലേക്ക് തിരിച്ചു വന്നാൽ 24:43 ഉണർന്നിരിക്കുവിൻ, 24:44 വചനം എടുത്താൽ ഒരുങ്ങിയിരിക്കുവിൻ, തയ്യാറായിരിക്കുവിൻ, ബി റെഡി. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. മത്തായി 10-ാം അധ്യായം 16-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമല്ലേ? നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം, പ്രാവുകളെ പോലെ നിഷ്കളങ്കരെ. അത് മാത്രം പോരാ, നിഷ്കളങ്കത മാത്രം പോരാ, സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം എന്ന് കർത്താവിന്റെ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വ്യഗ്രത, ടെൻഷൻ, ആകുലത, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. അത് വേണ്ടേ വേണ്ട എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. വിശുദ്ധ പാതിരെ പിയോ അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. വ്യഗ്രത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഈ ഒരു ടെൻഷൻ പിടിച്ച് നടക്കുന്നത് ഒന്നിനും കൊള്ളാത്ത കാര്യമാണ്. ആകുലതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്നിനും കൊള്ളാത്ത കാര്യം, ഗുഡ് ഫോർ നത്തിങ്. അങ്ങനെയാണ് പാതിരെ പിയോ പറഞ്ഞത്. ഈ സാധനം നമ്മൾ എന്തിനാ തലച്ചോന്നോട് നടക്കുക? നമ്മളെന്തെങ്കിലും ഈ ഒന്നിനും കൊള്ളാത്ത കാര്യങ്ങൾ വെറുതെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എടുത്തുകൊണ്ട് പോകത്തില്ല. ഒന്നിനും കൊള്ളാത്തതാണെന്ന് നമുക്കറിയാം. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വ്യഗ്രത അല്ലെങ്കിൽ ഈ ടെൻഷൻ? ഇത് ഒരുപാട് നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുക. അത് ശുദ്ധമണ്ഡലമായിട്ട് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. മത്തായി 13:22 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യഗ്രത ഇത് ദൈവവചനത്തെ ഞെരുക്കിക്കളയുന്ന ഒരു കാര്യമാണ്. അപ്പം വചനം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഞെരുക്കമുണ്ടാകും ഈ വ്യഗ്രത അവരുടെ ജീവിതത്തിൽ കിടക്കുന്നിടത്തോളം കാലം. പ്രഭാഷകൻ 38:24 വായിച്ചാലോ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജ്ഞാനത്തിന്റെ അഭിഷേകം. സർവപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് അതേക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 4:7 വായിച്ചാൽ അത് കാണാൻ പറ്റും. ഇനി ഇത് കിട്ടണമെങ്കിൽ വ്യഗ്രത ഒഴിയണം, വ്യഗ്രത നമ്മളെ വിട്ടുപോകണം, വ്യഗ്രത ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് ജ്ഞാനത്തിന്റെ അഭിഷേകം വരിക. ലൂക്ക 10-ാം അധ്യായം 40-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വ്യഗ്രചിത്തയായ മർത്ത. കർത്താവ് സൂചിപ്പിച്ചൊരു കാര്യം, മർത്ത ഇതിനേക്കാൾ വിശിഷ്ടമാണ് മറിയം തിരഞ്ഞെടുത്തത്. അവളെ യാതൊരു വ്യഗ്രതയില്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടില്ലേ? ഈ ഒരു കാര്യം നടക്കാതെ പോകും. ഒരുപാട്
ഈ ആകുലത, വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ കിടക്കുമ്പോൾ വ്യഗ്രതയുടെ ഒരു ട്വിൻ സിസ്റ്റർ, നമ്മള് ഇരട്ട കുട്ടികൾ എന്നൊക്കെ പറയാറില്ലേ, എന്ന് പറഞ്ഞതുപോലെ കാണാവുന്ന ഒരു കാര്യമാണ് നമുക്ക് അടുത്തത്. അതാണ് ആകുലത, ഉത്കണ്ഠ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതൽ സുപരിചിതമായ ഒരു വചനഭാഗമല്ലേ. ഇയാൾ പറഞ്ഞിരിക്കുകയാണ്, ആകുലതയിലൂടെ നിനക്ക് എന്ത് നേടാൻ പറ്റും? നിനക്കൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല, നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആകുലപ്പെട്ടിരിക്കുന്നതിനേക്കാൾ ദൈവാശ്രയമുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളായിട്ട് നിങ്ങൾ മാറുക. നിങ്ങളെ കരുതുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 മക്കബായർ 6-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്താൽ ആകുലത നമ്മുടെ ഹൃദയം തകർക്കും എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. ആകുലത, യുദ്ധത്തിൽ തോറ്റ അന്തിയോക്കസ് എപ്പിഫാനസിന്റെ ഹൃദയം തകരുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക. ആകുലത നമ്മുടെ ഹൃദയത്തെ തകർക്കും. 4-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, വ്യഗ്രത മാറ്റാൻ വല്ല മാർഗം ഉണ്ടോ? ഉണ്ടെന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 9-ാമത്തെ വചനം എടുത്താൽ വ്യഗ്രതയിലും വേദനയിലും ജ്ഞാനം ഉപദേശം നൽകും, സഹായിക്കും. ഈ അഭിഷേകം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവിക ജ്ഞാനത്തിന്റെ അഭിഷേകം അതുണ്ടെങ്കിൽ വ്യഗ്രതയിലും വേദനയിലും നമുക്ക് ഉപദേശം നൽകും, നമ്മെ സഹായിക്കും എന്നുള്ളത് വചനം പഠിപ്പിക്കുക. ദൈവാശ്രയത്വം നമ്മുടെ ഉത്കണ്ഠ മാറുന്നതിന് നമ്മെ സഹായിക്കും. ജെറമ്യാ 17:7 കർത്താവിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അപ്പം അതുകൊണ്ട് അതിന് വേനൽക്കാലത്തെ പേടിക്കേണ്ടതില്ല, ഭയം നമ്മെ വിട്ടുനിൽക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം 112 7-ാമത്തെ വചനം എടുത്താലോ, ദുർവാർത്ത കേട്ടാലും ഞാൻ കുലുങ്ങത്തില്ല. എന്താ കാരണം? ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. വീണ്ടും നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവർ, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർ, അവർക്ക് മനസ്സിലാകും ദൈവം എല്ലാം അവരുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും. അപ്പം ആ ഒരു ബോധ്യമുള്ളവർക്ക് ആകുലപ്പെടേണ്ട ഒരു കാര്യം വരത്തില്ല. അവസാനമായിട്ട് 5-ാമത്തെ കാര്യം ഇതാണ്, ജാഗരൂകരാകാൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. ജാഗരണ പ്രാർത്ഥന നമ്മെ ജാഗരൂകരാക്കും. ഇത് മനസ്സിലാക്കിയിരുന്നുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ ജാഗരണ പ്രാർത്ഥന നടത്തുന്ന രംഗം 2 കൊറിന്തോസ് 6-5-ാമത്തെ വചനം, 2 കൊറിന്തോസ് 11-25-ാമത്തെ വചനം, ഇവിടെയെല്ലാം ജാഗരണ പ്രാർത്ഥന നടത്തുന്ന പൗലോസിനെ കാണാൻ പറ്റും. ദൈവത്തിന്റെ വചനം നമുക്ക് ജാഗരൂകരായിരിക്കാൻ നമ്മെ സഹായിക്കും. സങ്കീർത്തനം 119-105-ാമത്തെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായി മാറും. വെട്ടിയൊരുക്കുന്ന അനുഭവം നമ്മെ അഭിഷേകത്തിന് സഹായിക്കും, ജാഗരൂകരാകാൻ നമ്മെ സഹായിക്കും എന്നുള്ളത് ജ്ഞാനത്തിന്റെ പുസ്തകം 6:17 വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത് അനുദിനം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഈ ദിവസത്തിന്റെ നിയോഗങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.